ഗുഡ് മോർണിംഗ്. സമയം 9:26 ആയിട്ടുണ്ട്. നമുക്ക് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 24,270 താഴെ ഉണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യണം, മേലേക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഒരു സിംഗിൾ ലോൻ്റെ താഴെയാണ് മാർക്കറ്റ് ഉള്ളത്. മേലേക്ക് പോകാനും പോസിബിലിറ്റി ഉണ്ട്. ഇനി അല്ല 24,405 മേലേക്ക് പോവുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡും പ്ലാൻ ചെയ്യാം. ഇത് രണ്ടാണ് ഇപ്പം ഇന്നത്തെ ഒരു പ്ലാന്. ഇനി അല്ല ഇന്നത്തെ പ്രൈസ് ആക്ഷൻ പ്രകാരം ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അത് നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:38 ആയിട്ടുണ്ട്. ഒരു എൻട്രി എടുത്താലോ എന്നുള്ള പ്ലാൻ ഉണ്ട്. നമ്മുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തതിന്, പക്ഷേ IDX ഒന്നുമല്ല, പ്രോപ്പർ എൻട്രി അല്ല, ഒരു പ്രീമിയം നല്ലൊരു പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏരിയയിൽ നിന്നൊരു ട്രേഡ് അറ്റംപ്റ്റ് ചെയ്താലും കണ്ടിട്ട് മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി തോന്നുന്നുണ്ട്. കാരണം മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴും അങ്ങനെ പ്രീമിയം വരുന്നില്ല. IDX കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു അഗ്രസീവ് ട്രേഡ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഇൻറ്റേർണലി ഒരു 5 മിനിറ്റ്സിൻ്റെ ഒക്കെ ലോ എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. കണ്ടിട്ട് ഇങ്ങനെ കയറാൻ തോന്നുന്നുണ്ട്. കാരണം ഒരു പ്രീമിയത്തിൻ്റെ ഒരു നിപ്പ് കണ്ടിട്ടേ. ഇരുപത്തി 4,250 കോൾ ഓപ്ഷനാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. പ്രീമിയം സ്റ്റിൽ പറഞ്ഞില്ലേ, പ്രീമിയത്തിന് ഒരു ബുള്ളിഷ്നെസ്, ഇന്ന് മാർക്കറ്റ് ബുള്ളിഷായി പോകും എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം മാർക്കറ്റ് ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നല്ലൊരു എന്താ പറയുക, ഒരു സിങ് ഹൈ ഡെയിലി ക്യാൻഡിൽ ഒരു ഹ്യൂജ് വോളിയത്തിലൊക്കെ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ റെഡ് ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് എടുത്തവരൊക്കെ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇൻവൈറ്റ് ചെയ്യും, മീൻസ് അവർക്കൊക്കെ എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും മാർക്കറ്റിൽ എന്താ പറയുക എക്സിറ്റ് ചെയ്യുമ്പോഴേ അത് നോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു ചാൻസ് നോക്കാം. നമുക്ക് ലോ എടുത്തിട്ടില്ല, പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ എടുത്താൽ, കാരണം ആ പ്രീമിയത്തിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് ഇങ്ങനെ മേലേക്ക് പോകുന്നുള്ളൊരു തോന്നൽ. നമ്മുടെ സെറ്റപ്പ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഒരു അത്യാവശ്യം നല്ല ടാർഗറ്റ് നമുക്ക് ഇന്നത്തെ 24,311 അല്ലെങ്കിൽ ഡേ ഹൈ ഒക്കെ വെക്കാം. അത്യാവശ്യം ഒരു മാർക്കറ്റ് മേലേക്ക് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഈ ഒരു ഹൈ എത്തുമ്പം 5 മിനിറ്റ്സിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യും. 5 മിനിറ്റ്സ് IDX ഉണ്ടാവും ഇപ്പോൾ. പക്ഷേ ഞാൻ ഇറങ്ങുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, 5 മിനിറ്റ്സ് IDX കിട്ടുമ്പോൾ ഇറങ്ങാറാണ് പതിവ്. പക്ഷേ ഇന്ന് വലിയൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, റെഡ് ക്യാൻഡിൽ ഡെയിലിയിൽ മാർക്കറ്റ് 90 ലോ എടുത്തതാണ് മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബുള്ളിഷ്നെസ് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. എടുക്കുന്ന കാര്യം പ്രീമിയം നല്ല സപ്പോർട്ടിങ് അല്ലേ. ഇപ്പം പ്രീമിയം ഏകദേശം ഈക്വൽ ആയിട്ടുണ്ട്, പ്രീമിയത്തിൻ്റെ ഒരു മൊമെൻറ്റം. എന്നുവെച്ചാൽ ചില ദിവസങ്ങളിൽ നമ്മൾ എൻട്രിക്കൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, നല്ല മൊമെൻറ്റം, നല്ല ഫാസ്റ്റായിട്ട് മേലേക്ക് പോകുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ദിവസങ്ങളിലോ പലപ്പോഴും ഇപ്പോൾ എൻട്രി ഇങ്ങോട്ട് വരുന്നില്ല. IDX ഒന്നും എടുക്കാൻ നേരം ഉണ്ടാവില്ല, അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് പറക്കും. അതുപോലൊരു മൊമെൻറ്റം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അത്യാവശ്യം നല്ല ടാർഗറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് ഈ ട്രേഡിൽ. ഒരു 1:6ഉം 7 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ല ഡേ ഹൈ ആണെങ്കിൽ അതിനേക്കാൾ 1:10 ഒക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യല്ലേ. ആ ലോ പിന്നെ എടുത്തോ, ചിലപ്പോൾ ലോ എടുത്തിട്ട് അങ്ങനെ പോവാൻ മതി. നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് മേലേക്ക് പോയിട്ടില്ല. നമ്മൾ 77.65 എൻട്രി എടുത്തിട്ട് 71 സംതിങ് SL അടിച്ചിട്ടുണ്ട്. പക്ഷെ പ്രീമിയം നേരത്തെ നല്ല പിടിച്ച് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം. ഇനി വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു പ്രോപ്പർ സെറ്റപ്പ് വരാണ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇന്ന് ചെയ്യണ്ട. ഓക്കെ, ഞാൻ കുറച്ച് നേരത്തെ പോകുന്നു, എനിക്ക് ഒരു അർജൻറ്റായിട്ട് പോകേണ്ടതുണ്ട്. അപ്പം ഒരു ട്രേഡും കൂടെ നോക്കാം. ഒരു ട്രേഡ് പെട്ടെന്ന് വരികയാണെങ്കിൽ നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതും പ്രോപ്പർ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലെന്ന്. ലാസ്റ്റ് ഒറ്റ ട്രേഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ബാങ്ക് നിഫ്റ്റി ആയാലും ഒക്കെ ഒരു ഡെയിലിയിലൊക്കെ ഒരു വലിയ സിംഗിൾ ലോക്ക് എടുത്തിട്ടുണ്ട്. പോകാൻ പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റ്. ഏതായാലും നോക്കാം, മേലേക്ക് തന്നെ ആയിരിക്കും മിക്കവാറും എടുക്കുക. ഞാൻ ചാൻസ് വരട്ടെ, ഞാൻ പറയാം. സമയം 11 മണി ആയിട്ടുണ്ട്. ഒരു എൻട്രി എടുക്കാം നമുക്ക്. ഇപ്പോഴാണ് പ്രോപ്പർ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ഒരു അപ്സൈഡ് ട്രേഡ് എടുക്കാം നമുക്ക്. 24,250 കോൾ തന്നെ എടുക്കാം നമുക്ക്. അത്യാവശ്യം നല്ല ടാർഗറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഈ ഒരു ട്രേഡിൽ. കാരണം
ഞാൻ പറഞ്ഞ പോലെ അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ ഒരുപാട് ഡിസ്റ്റൻസിലുള്ളത്. രണ്ട് ലിക്വിഡിറ്റി ഏരിയ ഉള്ളത് നമുക്കൊന്ന് ഡേ ഹൈ ഉണ്ട്, അല്ലെങ്കിൽ 24,311 75 പോയിന്റ് റേഞ്ചിലുണ്ട് അങ്ങോട്ട്. 1:5 എബോവ് ഒക്കെ എന്താ 1:5 അല്ല 6ഉം 7 ഒക്കെ വരും. ഇനി അതല്ല ഡേ ഹൈയിലേക്കാണെങ്കിൽ 125 പോയിന്റ് എങ്ങാണ്ടുണ്ട്. 1:10 ഒക്കെ കിട്ടേണ്ടതാണ് ആ റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ. അതാണിപ്പം പ്ലാൻ ചെയ്യുന്ന ഏരിയ ടാർഗറ്റ്. കാരണം അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ അവിടെ ഉള്ളൂ. അതിന് മുമ്പൊന്നും നമുക്കൊരു പ്രോപ്പർ ടാർഗറ്റ് വെക്കാൻ പറ്റിയ രീതിയിലില്ല. പക്ഷെ മാർക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ ബെയറിഷ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇത് ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ബെസ്സെല്ലാം അടിച്ചാലും ടാർഗറ്റ് അടിച്ചാലും ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ടൈമില്ല എന്നതുകൊണ്ടാണ്. ബെസ്സെല്ലാം അടിച്ചാൽ പിന്നെ ഏതായാലും നമുക്ക് നമ്മുടെ മാക്സ് ലോസ് എത്തും. ടാർഗറ്റ് വരികയാണെങ്കിൽ പിന്നെ ഒരു ട്രേഡും കൂടെ നോക്കാം. പക്ഷെ അതിന് ഇന്ന് സമയം ഉണ്ടാവാറില്ല. പിന്നെ മൊബൈലിലൊക്കെ ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഏതായാലും ഞാൻ നോക്കാം. നമുക്ക് ഇന്നത്തെ അവസ്ഥ എന്താ നോക്കാം, അതിൻ്റെ ട്രേഡിൻ്റെ അവസ്ഥ നോക്കാം. മാർക്കറ്റ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ മുതൽ ബെയറിഷ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറേ ദിവസമായി റെഡ് ക്യാൻഡിൽ ഒരു ഗ്രീനൊക്കെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ബുള്ളിഷ് ട്രേഡിന് എടുത്തത്. ഇന്ന് രാവിലെ താഴേക്കൊരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് രാവിലെ തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹയർ ടൈം ഫ്രെയിം 50 മിനിറ്റ്സിൻ്റെ ഒക്കെ മേലേക്ക് പോയ സമയത്ത്. പക്ഷേ ജസ്റ്റ് 50 മിനിറ്റ്സിൻ്റെ മേലെ എടുത്തില്ല, 5 മിനിറ്റ്സിൻ്റെ ഹൈ എടുത്ത് വീണ്ടും താഴേക്ക് തന്നെ വന്നതാണ് മാർക്കറ്റ്. അതുകൊണ്ട് ആ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. അതൊരു ചെറിയ സ്കാൽപ്പിംഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 10-12 പോയിന്റ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു ആ ഒരു ട്രേഡിൽ. പക്ഷേ അത് ജസ്റ്റ് ചെറിയൊരു ഡിഫറൻസിൽ നമുക്ക് എൻട്രി മിസ്സായത് ആ ട്രേഡ്. അല്ലെങ്കിൽ ഫസ്റ്റ് ട്രേഡിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അത് അതും നമ്മളിന്ന് ഫസ്റ്റ് എടുത്ത പോലെ തന്നെ പ്രോപ്പർ സെറ്റപ്പ് അല്ല. പക്ഷേ ഒരു ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് കണ്ടിന്യൂസ് താഴേക്ക് വരുമ്പം മേലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും താഴേക്ക് എടുക്കുക, അങ്ങനത്തെ ഒരു ലോജിക്കൽ ഒരു പോസിബിൾ ഉണ്ടായിരുന്നു അവിടെ. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത ട്രേഡും അതുപോലെ തന്നെ കണ്ടിന്യൂസ് താഴേക്ക് വരുന്ന മാർക്കറ്റിൽ പ്രീമിയം ഒന്ന് സപ്പോർട്ടീവായി നിന്ന് കണ്ടപ്പോൾ മേലേക്ക് എടുത്തത്. പക്ഷെ അത് കറക്റ്റായിട്ട് വർക്കായില്ല, താഴേക്ക് തന്നെ വീണ്ടും പോയി മാർക്കറ്റ്. ഇതും തോന്നുന്നു താഴേക്ക് തന്നെ വരുമോ എന്നുള്ളതാണ് കണ്ടിട്ട്. ഇപ്പോഴും ഇതിൽ പ്രീമിയത്തിന് വലിയൊരിതില്ല. നേരത്തെ പ്രീമിയത്തിന് ഉണ്ടായിരുന്നു. അല്ല, പ്രീമിയത്തിൻ്റേത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാറുണ്ട്. 100% എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. പ്രീമിയം ഭയങ്കര പിടിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ നമ്മൾ മേലേക്ക് തന്നെ പോകുന്ന ഉറപ്പിച്ചിട്ട് ഒരു ട്രേഡ് കൊടുക്കാൻ പറ്റില്ല. ഉറപ്പിക്കുന്ന പരിപാടി ഇതിലില്ലാന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, പ്രോബബിലിറ്റി കൂടുതൽ സമയങ്ങളിൽ പ്രീമിയം സപ്പോർട്ടീവായി നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് മേലേക്ക് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കോൾ ഓപ്ഷൻ്റെ. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രോബബിലിറ്റിയിൽ ഒരു അവസരം എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു 100% ഒന്നിലും ഇല്ല അതിൻ്റെ. ഓക്കെ, ഏതായാലും നോക്കാം. ഇപ്പോൾ ചെറുതായിട്ട് പ്രീമിയം ഒന്ന് പിടിച്ച് പോകുന്നുണ്ട് അല്ലേ മാർക്കറ്റ്. അങ്ങനെ ഒരു താഴേക്ക് വരുമ്പോഴും പ്രീമിയത്തിൻ്റെ ഒരു പൊസിഷൻ നോക്കുമ്പോൾ പ്രീമിയം മേലേക്ക് പോകുന്നുണ്ട്. തോന്നുന്നത് പോകുന്ന തന്നെയാണ്. നോക്കാം. ഞാനിതെല്ലാം ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 11:33 ആയിട്ടോ. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം പുതിയൊരു 5 മിനിറ്റ്സ് ഐഡിയസ് ഉണ്ടായിട്ടുണ്ട് തൊട്ട മേലെ 24,247.50. നമ്മൾ ട്രേഡ് എടുത്ത സമയത്ത് അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ 24,311 റേഞ്ചിലൊക്കെ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്രയും നല്ലൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എടുത്തതിന് ശേഷം വീണ്ടും ലോ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം അടുത്തൊരു സ്വിംഗ് ഹൈ എടുക്കുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യുമായിരിക്കും നന്നാവുക. ഇനി അല്ലെങ്കിൽ പിന്നെ അവിടെ എത്തുന്ന സമയത്ത് പിന്നെന്താ പറയുക, ട്രെയിലിങ് ചെയ്ത് പോകേണ്ടി വരും. മീൻസ് സ്റ്റോപ്പ് ലോസ് പോസ്റ്റിലേക്ക് വെച്ചിട്ട് അടുത്ത ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഇന്ന് ഇപ്പം ടൈമില്ല. പക്ഷേ മേലേക്ക് പോകണം കേട്ടോ, എക്സിറ്റ് ചെയ്യണം. ഇനി അതല്ല വീണ്ടും താഴേക്ക് തന്നെ മാർക്കറ്റ് വരുന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും.
ഈ ട്രേഡിൽ നമ്മുടെ SLന്റെ അടുത്ത് വരെ പോയതാ മാർക്കറ്റ്. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് പ്രോപ്പർ ഒരു സെറ്റപ്പ് പ്രകാരം ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴെ പോയിട്ട് വീണ്ടും ലോ എടുത്തിട്ടൊക്കെ മേലേക്ക് വരുന്നത്. പക്ഷേ അതൊരു നല്ലൊരു മൊമെൻ്റ് ആണ് ഇപ്പോൾ വന്നത്. അപ്പം ഒരു അക്യുമുലേഷൻ കഴിഞ്ഞു, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ മീൻസ് താഴേക്ക് വരുന്നിട്ട് ഫേക്ക് ബ്രേക്ക് പോലെ താഴേക്ക് കാണിച്ചിട്ട് നല്ലൊരു ബുള്ളിഷ്നെസ് കാണിക്കുക മീൻസ് പലപ്പോഴും അതൊരു മേലേക്ക് പോകാനാണ് പോസിബിലിറ്റി ഉണ്ടാവുക. കാരണം അക്യുമുലേഷൻ ഉള്ള സമയത്ത് മാർക്കറ്റിൻ്റെ ഒരു ഗതി അറിയാത്ത ആളുകൾ ഇങ്ങനെ നിന്ന് പെട്ടെന്ന് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഡൗൺ സൈഡ് ആയിരിക്കും എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആ ഡൗൺ എടുത്തിട്ട് മേലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ലിക്വിഡിറ്റി കളക്ഷൻ ആണ് അവിടെ സംഭവിച്ചത്. പക്ഷേ പറയാൻ പറ്റില്ല, നമ്മളത് ലിക്വിഡിറ്റി കളക്ഷൻ ആണെന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെ ഒരു അറ്റംപ്റ്റ് ചെയ്യാന്നല്ലാതെ മേലേക്ക് പോകും താഴേക്ക് പോകും ഒക്കെ നമ്മുടെ കയ്യിലല്ല. ഏതായാലും 24,242 ആയില്ലേ, 247, 50 എത്തുമ്പോൾ നമുക്ക് ഇറങ്ങാം ട്രേഡിൽ. പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനൊന്നും സമയമില്ല, 11:30 കഴിഞ്ഞില്ലേ, പോകാനായിട്ടുണ്ട്. അതിലേക്ക് പോവുകയാണെങ്കിൽ അടിപൊളിയായി, നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം. താഴേക്കാണ് സ്റ്റോപ്പ് ലോസിന് ഇനിയും സമയം എടുക്കുമെന്ന് അറിയില്ല. അങ്ങനെ വീഡിയോ ഫുള്ളാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. 24,245 ആയിട്ടുണ്ട്, 45 ആയിട്ടുണ്ട്. പ്രീമിയം വേണ്ട, പ്രീമിയം നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുക, നല്ല മേലേക്ക് പറക്കാനുള്ളൊരു ഇത് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. 45 ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ 6 പോയിന്റ് പോയിട്ട് 3 പോയിന്റ് 4 പോയിന്റ് ഒക്കെ കിട്ടുന്നുള്ളൂ ആകെ ഇത്ര. പക്ഷെ നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും കുറേ താഴെ പോയിട്ടാട്ടോ വന്നത്, അതുകൊണ്ടാണ് അത്. ഓക്കെ, 46 ആയിട്ടുണ്ട്. 1-2 പോയിന്റ് പോയാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നുള്ളൂ. എക്സിറ്റ് ചെയ്യാം അല്ലേ, അതാ നല്ലത്. ഇനിയിപ്പോൾ ട്രയൽ ചെയ്ത് എനിക്ക് നോക്കാൻ ടൈം ഉണ്ടാവില്ല. ട്രയൽ ചെയ്ത് മൊബൈലിൽ പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോഴേ ഒരു ചിലപ്പോൾ മൊബൈലിൽ നോക്കാൻ പറ്റാതൊക്കെ ഇരുന്നാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് റിസ്ക് എടുക്കാനാവില്ല. ആ 47 എത്തിയിട്ടുണ്ട്, ഇറങ്ങാം, അതാ നല്ലത്. ഏതായാലും 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തപ്പോൾ ഇറങ്ങി. കാരണം തീരെ പ്രോഫിറ്റ് ഇല്ല നമുക്ക്. ഇവിടെ കണ്ടോ, ഒരു പുതിയ നമ്മൾ ട്രേഡ് എടുത്ത സമയത്ത് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ടായിട്ടില്ല, അതിന് ശേഷം വന്ന് ക്രിയേറ്റ് ആയത്. അതുകൊണ്ടാണ് നമ്മൾ 24,311 മേലേക്കൊന്നും ടാർഗറ്റ് വെക്കാതിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,312 ലെവലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇറങ്ങിയത്. ഉണ്ടോ, തീരെ പോയിന്റ് ഇല്ല. നമുക്ക് 10 പോയിന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ പ്രീമിയത്തിലാകെ 3 പോയിന്റ് ഒക്കെ അവിടെ കിട്ടിയത്. ഇനിയിപ്പോൾ പോട്ടെ, ഇപ്പം മേലേക്ക് ഇനിയിപ്പോൾ എങ്ങോട്ടും എടുക്കുന്നില്ല. നമുക്ക് ഇനി നാളെ നോക്കാം, നാളെയും ദിവസം ഉണ്ടല്ലോ, നാളെ പിടിക്കാം. 1,500 സംതിങ് ലോസിലാണ് ഇന്നത്തെ ദിവസം. ഓർഡർ ഒക്കെ ഇവിടെ കാണാം, 2 ട്രേഡ്. ഫസ്റ്റ് ട്രേഡ് SL ആണ്, സെക്കൻഡ് ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിലും കൂടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ ചെറിയ പോയിന്റ് 3 പോയിന്റ് കണ്ടുള്ളൂ. നമ്മൾ ട്രേഡ് എടുത്ത സമയത്ത് നല്ല ടാർഗറ്റുള്ള ട്രേഡായിരുന്നു. അതിനുശേഷം വീണ്ടും ഒന്ന് സിംഗിൾ എടുത്ത സമയത്ത് നമുക്ക് പുതിയൊരു IDX ആയതുകൊണ്ടാണ് അവിടെ ഇറങ്ങിയത്. ഓക്കെ, കുഴപ്പമില്ല, നാളെ പിടിക്കല്ലേ. നാളെ പിടിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല, നാളെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. അവസരങ്ങൾ വരുന്ന സമയത്ത് കിട്ടിയാൽ കിട്ടി, പോയാൽ അക്സെപ്റ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു, ബൈ.